പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മെയ് മാസം 13-ാം തീയതി ഫാത്തിമ ദിനത്തിലെ കാലത്ത് 8 മണിക്ക് ഞാൻ നേരിൽ കണ്ടു. വളരെ വാത്സല്യത്തോടുകൂടെ പിതാവ് എന്നെ സ്വീകരിച്ചു. എൻ്റെ കൂട്ടത്തിലെ നമ്മുടെ പെർമനന്റ് സിനഡിലെ എല്ലാ മെത്രാന്മാരും ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളോടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിന് ശേഷം പരിശുദ്ധ പിതാവ് 150ഓളം വരുന്ന സിറോ മലബാർ സഭയുടെ ഇറ്റലിയിലും യൂറോപ്പിലുള്ള ഡെലഗേറ്റ്സിനെയും സ്വീകരിക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ 3 ഭാഗമായിട്ട് ഞാൻ തിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സഭയുടെ അപ്പസ്തോലിക പൈതൃകത്തിലെ പിതാവിനുള്ള ആ അഭിമാനവും ആനന്ദവും. തോമസ് ലീഹായുടെ മക്കളാണ് നിങ്ങൾ. തോമസ് ലീഹായുടെ പ്രതിനിധി എന്ന നിലയിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പത്രോസിന്റെ പിൻഗാമിയെ കാണാൻ വന്നതിൽ എനിക്ക് ആനന്ദമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾ ഇന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നത് പത്രോസിന്റെ സിംഹാസനത്തോടുള്ള നിങ്ങളുടെ ആദരവും അനുസരണവും അറിയിക്കാനാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധ പിതാവ് പറഞ്ഞ 2ാമത്തെ കാര്യം, നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾ മൈഗ്രൻസ് ആണ്. നിങ്ങളുടെ ആളുകളുടെ ഒരു വലിയ പ്രത്യേകത, നാടുകൾ തോറും നിങ്ങൾ കുടിയേറുന്നവരാണ്. നിങ്ങളുടെ സഭയുടെ വളർച്ച തന്നെ ഈ കുടിയേറ്റം കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഗൾഫിൽ വലിയൊരു നമ്പറുണ്ട്. അതുപോലെ തന്നെ കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ട്. നിങ്ങൾ കയറിയ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പരിശുദ്ധ സിംഹാസനം എന്നും രക്തശ്രദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആളുകളോടൊക്കെ നിങ്ങൾക്ക് ധാരാളം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സഭയ്ക്ക് കഴിഞ്ഞു. നിങ്ങൾ അതിനുവേണ്ട നേതൃത്വം നൽകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗൾഫിലെ സാഹചര്യത്തിലും നിങ്ങൾക്ക് നല്ലപോലെ ആളുകളുണ്ട്, എനിക്കറിയാം. അവിടുത്തെ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. അതിനി പരിശുദ്ധ പൗരസ്ത്യ കോൺഗ്രിഗേഷൻ അതുമായ കടലാസുകൾ മുന്നോട്ട് നീക്കിയാൽ മാത്രം മതിയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ മൈഗ്രൻസ്, നിങ്ങളുടെ മിഷണറിമാരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സഭ ലാറ്റിൻ സഭയോട് സഹകരിച്ച് എന്തുമാത്രം മിഷണറി പ്രവർത്തനം നടത്തിയെന്ന് എനിക്ക് മറ്റാരേക്കാൾ കൂടുതൽ ബോധ്യമുണ്ട്. ഇപ്പോഴും നിങ്ങൾ കുടിയേറുന്നുണ്ട്. പക്ഷെ കുടിയേറുന്നവരെ കച്ചവടത്തിനും കാശുണ്ടാക്കാനും കുടിയേറുന്നു എന്നതിനേക്കാൾ നിങ്ങൾ കുടിയേറുന്നത് മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾ കുടിയേറിയവരോടൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അവരുടെ ദൗത്യം, അവരുടെ സഭയുടെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും തലമുറകൾക്ക് കൈമാറാൻ കഴിയണം. അതിന് പറ്റുന്ന സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ നല്ല മിഷണറിമാരായിട്ട് ഇന്ത്യ മുഴുവനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മിഷൻ പ്രവർത്തനം നടത്താൻ കാരണമാകട്ടെ. ഞാൻ നിങ്ങളുടെ സഭയെക്കുറിച്ച് ഒരുപാട് നന്ദിയോടുകൂടെ ദൈവത്തിന്റെ മുൻപിലെ കരങ്ങൾ കൂപ്പുന്നു. നിങ്ങൾ ഐക്യത്തിൽ വളരണം. ഒരുപക്ഷെ നമ്മുടെ ആരാധനക്രമ സംബന്ധമായിട്ടുള്ള ചില പരിതോവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ മാർപ്പാപ്പയുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഐക്യത്തിൽ ഒരു കുടുംബമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സിനഡിന്റെ തീരുമാനവും നിങ്ങളുടെ കൂട്ടായ ചർച്ചകളുടെ കൂട്ടുത്തരവാദിത്വവും എല്ലാവരും പാലിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഏറെ വാത്സല്യത്തോടുകൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഞങ്ങളെ പറഞ്ഞയക്കുമ്പോഴും ഞങ്ങൾ ഒരു അപ്പന്റെ അടുത്ത് നിന്ന് മക്കള് അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചു പോരുന്ന ഒരു അനുഭവത്തോടു കൂടിയിട്ടാണ് മടങ്ങിയത്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവ് എനിക്ക് നൽകിയ ആശീർവാദം നിങ്ങളോടൊക്കെ ഞാനും പങ്കുവയ്ക്കുകയാണ്.
പരിശുദ്ധ പിതാവിന്റെയും പരിശുദ്ധ സഭയുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള റാഫേൽ തട്ടിൽ പിതാവ്, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്.